ഹലോ ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനിവിടെ ചെയ്യുന്നത് TVS ആക്സസ് 125cc വണ്ടിയുടെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനാണ്. ആ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആ വണ്ടിയിൽ ബാക്ക് ടയർ, റിയർ ടയർ കറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ബ്രേക്ക് ജാമായിരിക്കും. പക്ഷേ ഈ വണ്ടിയിൽ അതല്ല, ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. ക്ലച്ച് ഷൂ വന്നിട്ട് അവിടെ ഇളകി നിൽക്കുകയോ, ക്ലച്ച് നട്ട് ഇളകി നിൽക്കുന്നതോ, അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ സ്പ്രിങ് ആ ക്ലച്ച് ബെല്ലിന് ഇടയ്ക്ക് കയറി ജാമായിരിക്കുകയോ എന്തോ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആക്സസ് 125cc വണ്ടിയുടെ TVS വണ്ടിയുടെ ക്ലച്ച് ആണ് ആദ്യം ഇളക്കുന്നത്. ക്ലച്ച് ഇളക്കിയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ വേറെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ ആക്സിലേറ്റർ കൊടുത്ത് അങ്ങ് ഫ്രണ്ടിലോട്ട് പോകാം, എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതാണ് ഈ കംപ്ലൈൻറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ക്ലച്ച് ആണോ ബ്രേക്ക് ഷൂ ആണോ എന്നറിയുന്നത് അങ്ങനെ. അപ്പോൾ ഞാൻ ആ വണ്ടിയെ പരിചയപ്പെടുത്താം, എങ്ങനെയാണ് അത് പ്രശ്നം വരുന്നതെന്ന്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വീല് ഹാൻഡിൽ ലോക്കായിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും മിക്കവാറും ബ്രേക്ക് ഷൂ ആയിരിക്കും. ചില ബ്രേക്ക് ഷൂ ഇങ്ങനെ ഇളവി നിന്നാലും ഇങ്ങനെ വരാം. പക്ഷേ ബ്രേക്ക് ഷൂ ഇളവി നിന്നാൽ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഓടിക്കാൻ പറ്റില്ല, വണ്ടി ജാമായി ഇവിടെ നിൽക്കും. പക്ഷേ ഇത് നമുക്ക് ഓടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വീല് കറങ്ങും. ബ്രേക്ക് ഷൂ ഇളവി നിന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കിയാലും വീല് കറങ്ങത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വീല് കറങ്ങുന്നതാണ്. ആ ഒരു ശബ്ദം കണ്ടോ? ടക 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 ടക. ഈ ക്ലച്ചിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ വൈബ്രേഷൻ കണ്ടോ? വണ്ടിയുടെ വൈബ്രേഷൻ കണ്ടോ? ഇതാണ് ആ വിഷയം. അപ്പൊ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി ഇപ്പൊ നിൽക്കും, ഓഫാവും. കണ്ടോ? ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഉടനെ ഓഫാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലച്ച് ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഓഫാവും. ഇപ്പം ബ്രേക്ക് ഷൂ ആണെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ബ്രേക്ക് പിടിച്ചാലോ വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ വണ്ടി റൈസ് ആവത്തില്ല, വണ്ടി പോകത്തില്ല ഫ്രണ്ടിലോട്ട്. അപ്പോൾ ക്ലച്ച് ബ്രേക്ക് ഷൂവിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കിയെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കവർ എടുക്കണം. ഈ ക്ലച്ചിൻ്റെ ഈ കവർ നമുക്ക് ഈ വെള്ള സാധനം ഇത്രയും ഇളക്കിയെടുക്കണം. ഇവിടെ കുറച്ച് ബോൾട്ടുകളുണ്ട്, ഇതെല്ലാം ഇളക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇളക്കും, അതെന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, ബോൾട്ടെല്ലാം ഇളക്കി നമുക്ക് ഈ കവറ് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇതാണ് ക്ലച്ച് ബെല്ല്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇത് വീല് കറക്കുമ്പോൾ ഈ ബെല്ല് മാത്രം ഫ്രീ ആയിട്ട് കറങ്ങേണ്ടതാണ്. പക്ഷേ ഇതിപ്പം കണ്ടില്ലേ, ലോക്കായി നിൽക്കുന്നു. ക്ലച്ച് ഷൂവും ബെല്ലും കൂടെ ജാമായിരിക്കുക. ഇവിടെ കുറച്ച് മെറ്റൽ പൗഡർ കിടപ്പുണ്ട്, കണ്ടോ? എന്താണെന്ന് നോക്കാം. നമുക്കിത് സ്റ്റോപ്പർ ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പറും 17ന്റെ ബോക്സ് വെച്ച് ലിവർ വെച്ച് നമുക്ക് ഇളക്കാം. ഇപ്പോൾ ഞാൻ മെഷീൻ വെച്ച് ഇളക്കുക. അപ്പോൾ ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നിങ്ങൾ ഇളക്കിയപ്പോൾ ചാടിഞ്ഞ് പോകും. ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഷൂവിൻ്റെ പ്രശ്നമല്ല, പക്ഷേ ഇവിടുത്തെ നട്ട്, ക്ലച്ചിൻ്റെ നട്ട് സ്ലിപ്പായി ഇളവിപ്പോയി.
അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടില്ല ഇവിടെ വരുന്ന ഈ നട്ട് ഇളവി കിടന്നതാണ് പ്രശ്നമായത്. അപ്പോൾ ഇളവി കിടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷൂ ഈ ബെല്ലിൽ ഇങ്ങനെ ജാമായിരിക്കും. അപ്പോൾ വീല് കറങ്ങുമ്പോൾ സംഗതി ഇത് ലോക്കായി. അതാണിപ്പം സംഭവിച്ചത്. ഓക്കെ, കണ്ടോ, ഇതിലൊക്കെ ഉണ്ടോ അതിൻ്റെ ഇവിടെ കിടന്ന് ഉരഞ്ഞ് പ്രശ്നം. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു പുതിയ നട്ട് വാങ്ങിച്ച് ഇതിൽ ഈ പിരി കൊള്ളാമെങ്കിൽ, ത്രെഡ് കൊള്ളാമെങ്കിൽ നമുക്ക് ഇതിട്ട് ഇത് ചെയ്യാം. സാധാരണ വരുന്ന കംപ്ലൈൻറ്റ് ഈ ഷൂ, ഇത് ക്ലച്ച് ഷൂ ആണ്. ഈ ഷൂ ഈ ആസ്പെറ്റോസിൻ്റെ ഈ സാധനം ഇളകിയിട്ട് ഈ ബെല്ലിൻ്റെ ഇടയ്ക്ക് കയറി ജാമായിരിക്കും. അങ്ങനെ വരാം. പിന്നെ ഇതിൻ്റെ സ്പ്രിങ് പൊട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ജാമായിരിക്കുക. പിന്നെ ഇതേപോലെ ഈ നട്ടിളവാം. കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഈ നട്ട് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നട്ട് ഇട്ട് സെറ്റ് ചെയ്യാം. ചിളക്കുന്ന സമയത്ത് ഇതൊന്ന് ഈ കപ്പേ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് ഗ്രീസ് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ ഒരു ഹോളുണ്ട്, അവിടെ സ്പ്രിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോളിൽ ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഭാഗം ഇത് നല്ല ഫുൾ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെയും ഇളകി പോവും. വീല് തന്നെ ഫ്രീ ആയിട്ട് കറങ്ങും, കണ്ടല്ലേ? നേരത്തെ കറങ്ങുന്നില്ല. കണ്ടോ? വീല് കറക്കുമ്പോൾ ബെല്ല് ഇതുപോലെ ഫ്രീ ആയിട്ട് കറങ്ങണം, അല്ലെങ്കിൽ വണ്ടി ഉരുട്ടാൻ പറ്റത്തില്ല. കണ്ടോ? ഈ കിക്കർ ഷാഫ്റ്റിൽ റാച്ചറ്റിൽ കുറച്ച് കേസ് വയ്ക്കും.
ഇവിടെ കുറച്ച് പീസ്. പിന്നെ അടയ്ക്കും. ഇനി എല്ലാ ബോൾട്ടും ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. എല്ലാം ടൈറ്റ് ചെയ്തു. കണ്ടില്ലേ, വീലിപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രേക്ക് പിടിക്കുകയാണ്. ബ്രേക്ക് പിടിച്ച് നിർത്തിയാലും ടയർ നിന്നാലും വണ്ടി ഓഫ് ആവുന്നില്ല. ശബ്ദമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. നേരത്തെ കൂടെ പടപടാ ഒരു ശബ്ദം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. കണ്ടോ, വീലിപ്പോൾ ഫ്രീ ആയിരുന്നു. ആക്സസ് 125cc വണ്ടിക്ക് ടയർ ടൈറ്റായത് എന്തുകൊണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അത് ഇളക്കിയപ്പോൾ നമ്മൾ കണ്ടു ക്ലച്ച് നട്ട് അതിൽ ഇളവിക്കിടന്നു. ഇളവി ആ ബെല്ലിൻ്റെ ഇടയ്ക്ക് കയറി ജാമായിരുന്നു. അതുകൊണ്ടാണ് വീല് കറങ്ങാത്തത്. അതായത് വണ്ടി ഉരുട്ടി മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. അതുപോലെ സ്റ്റാൻഡിൽ നിർത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. ഇതൊക്കെ വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ രീതിയിൽ ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.